അപ്പോൾ എത്ര വർക്കൗട്ട് ചെയ്തിട്ടും വെയിറ്റ് കുറയുന്നില്ല എന്ന് മനസ്സിലായിട്ടുള്ളവരാണെങ്കിൽ ശരിക്കും മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമാണ് ആക്ച്വലി വിദ്യാബാലന്റെ ട്രാൻസ്ഫോർമേഷനിലേക്ക് നയിച്ച ഒരു കാര്യം. വിദ്യാബാലന്റെ ബോഡിയിൽ ഉണ്ടായിരുന്നത് ഫാറ്റ് ആയിരുന്നില്ല, ഇൻഫ്ലമേഷൻ ആയിരുന്നു. ഗട്ടിന്റെ ഹെൽത്തുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഇരിക്കുന്ന ഒരു കാര്യമാണ് ശരിക്കും ഈ ഇൻഫ്ലമേഷൻ എന്ന് പറയുന്നത്. പ്രോസസ്ഡ് ഫുഡ് കഴിക്കുന്നവരാണെങ്കിൽ, പ്രോസസ്ഡ് ഷുഗർ കഴിക്കുന്നവരാണെങ്കിൽ, ഗോതമ്പ് കഴിച്ചു കഴിഞ്ഞാൽ, ചിലർക്ക് ഡയറി പ്രൊഡക്ട്സ്, പാല്, ആക്ച്വലി ആന്റിബയോട്ടിക്സ് കഴിക്കുന്നവരാണെങ്കിൽ നമ്മളുടെ ഈ ഇൻറ്റസ്റ്റൈനൽ ലൈൻസിനകത്ത് സ്പേസിംഗ് ഉണ്ടാവാം. അതുവഴി അവിടെ നമ്മുടെ ബാഡ് ബാക്ടീരിയ കൂടുകയും ആ ബാഡ് ബാക്ടീരിയ നമ്മുടെ ബ്ലഡിലേക്കും കലരാനുള്ള ചാൻസ് ഉണ്ട്. അതിനെയാണ് നമ്മൾ ലീക്കി ഗട്ട് എന്ന് പറയുന്നത്. തലവേദന മുതൽ ക്യാൻസർ വരെ ഉണ്ടാക്കാനുള്ള കേപ്പബിലിറ്റി ആ ലീക്കി ഗട്ടിനുണ്ട്. എങ്ങനെ ഈ ഒരു അവസ്ഥയെ നമുക്ക് ഒഴിവാക്കാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടൈപ്പ് 2 കൊളാജൻ കഴിക്കാവുന്നതാണ്. ഒമേഗ 3 ടാബ്ലറ്റ്സ് കഴിക്കാവുന്നതാണ്. പ്യൂർ ആയിട്ടുള്ള മഞ്ഞൾ നിങ്ങൾ 8 മണിക്കൂറെങ്കിലും ഉറങ്ങുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക.